കോൺഗ്രസിൻ്റെ അലൻ ഒക്ടോവിയൻ ഒരു വിദേശിയാണ് കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്നും ഒരു വിദേശിയുടെ കയ്യിൽ നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ വന്ദേ ഭാരതത്തെ അവർക്ക് ആത്മാഭിമാനമായി കാണാൻ സാധിക്കില്ല. ഭാരതത്തെ സംബന്ധിച്ച് 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. അത് വിജയകരമായി ആഘോഷിച്ചു. പക്ഷേ ഇന്നും നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയത് ആക്ഷേപിക്കാനും ഒപ്പം വികലമായി കാണാനും വന്ദേ മാതരത്തെ ആക്ഷേപിക്കാനും ഒപ്പം ദേശീയ പതാകയെ ആക്ഷേപിക്കാനും എന്ന് വേണ്ട കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് നടന്ന സോണിയാഗാന്ധിയുടെയും മക്കളുടെയും ഗാർഗയുടെയും നടപടിക്രമങ്ങൾ ഈ നാട്ടിലെ ദീർഘമായി ചിന്തിക്കുന്ന പൗരന്മാരെ സംബന്ധിച്ച്, ദേശീയതയെക്കുറിച്ച് ചിന്തിക്കുന്ന പൗരന്മാരെ സംബന്ധിച്ച് അത് വിഷമമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ഈ നാട്ടിലെ ദേശീയ ജനത തയ്യാറല്ല എന്നുള്ള ചിത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1857 തുടങ്ങിയ സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ 1885 കോൺഗ്രസിൻ്റെ അലൻ ഒക്ടോവിയൻ ഒരു വിദേശിയാണ് കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്നും ഒരു വിദേശിയുടെ കയ്യിൽ നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ വന്ദേ ഭാരതത്തെ അവർക്ക് ആത്മാഭിമാനമായി കാണാൻ സാധിക്കില്ല. പക്ഷേ ഭാരതത്തെ, ദേശീയ ജനതയെ സംബന്ധിച്ച്, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും സംബന്ധിച്ച് ആ വന്ദേ മാതരവും ഒപ്പം ഭാരതവും നമ്മുടെ മുന്നിലെ മാതാവാണ്. ആ നിലയ്ക്ക് മാതൃഭൂമിയാണ്. ആ നിലയ്ക്ക് എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ദേശീയ ജനതയ്ക്കുണ്ട്, ദേശീയതയെ അംഗീകരിക്കുന്നവർക്കുണ്ട്. അത്തരം ശബ്ദങ്ങൾ ഒരു ദീർഘമായ നാഷണൽ പാർട്ടിയുടെ പേരിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയുടെ നിലപാട് ആക്ഷേപകമാണ്, ആക്ഷേപാർഹമാണ്, നിന്ദ്യമാണ്. ഈ രാജ്യത്തെ ജനങ്ങളത് ഉൾക്കൊള്ളുന്നതല്ല, ഇന്ന് വരെ ഉൾക്കൊണ്ടിട്ടില്ല. ഇന്നലെ വരെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഭാരതീയ ജനത അനുഭവിച്ച ദുരിതങ്ങൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നില്ല. അതിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വിദേശികളിൽ നിന്ന് ഇന്ത്യൻ ജനതയ്ക്ക്, ഇന്ത്യൻ സമരഭടന്മാർക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ. ഒരുപക്ഷെ വന്ദേ മാതരം മുന്നോട്ട് വരുന്നത് ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. 1905 അന്നാണ് വന്ദേ എന്താണ് വേണ്ടതെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ സ്നേഹിക്കാൻ, ഭാരതത്തിന് വേണ്ടിയുള്ളൊരു മുദ്രാവാക്യം, അന്നാണ് വന്ദേ ഭാരതം മുന്നോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ദേ ഭാരതം കേന്ദ്ര സർക്കാർ മുഴുവൻ സ്ഥാപനങ്ങളിലും, സർക്കാരുകളും, മുഴുവൻ ജനങ്ങളും അത് ഉൾക്കൊണ്ട് മുഴുവൻ അതിൻ്റെ സ്റ്റാൻസയും മുഴുവൻ പദ്യവും പറഞ്ഞു തീർക്കണം എന്നുള്ള കാര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇന്നും ആ ദേശീയ സങ്കല്പം ഇല്ല. അവർ വിഘടനവാദ മാഫിയ സംഘങ്ങളൊപ്പമാണ്. ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ചും കേരളത്തിൽ ഇങ്ങ് വരുമ്പോൾ വി ഡി സതീശൻ സർക്കാരും അതിനും ആക്ഷേപകമായ നിലപാടാണ് എടുത്തത്. മുഴുവൻ ഭാഗവും അത് പറഞ്ഞു തീർക്കാൻ, വായിച്ചു തീർക്കാൻ തയ്യാറായില്ല. ആ നിലയ്ക്ക് ഡൽഹിയിലും കേരളത്തിലും ഇതേപോലെ 2-3 സർക്കാരുണ്ട്. ഹിമാചൽ പ്രദേശിലെയും ആന്ധ്രാപ്രദേശിലെയും അതേപോലെ തന്നെ കർണാടകത്തിലെയും കോൺഗ്രസ് സർക്കാരുകളൊക്കെ തന്നെ ഈ 3 കോൺഗ്രസ് സർക്കാരുകൾ ഈ വന്ദേ മാതരം കൃത്യമായി പാടാൻ തയ്യാറായി. നമ്മൾ ചിന്തിക്കേണ്ടത്, നാളെ ഒരുപക്ഷെ കോൺഗ്രസിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച ആൾക്കാർ അവരുദ്ദേശിക്കുന്നത് കേരളത്തിൽ അവർക്ക് വെട്ടിമുറിച്ച മുഹമ്മദ് അലി ജിന്നയിലൂടെ ഒരു പാകിസ്ഥാൻ ഉണ്ടായി എങ്കിൽ മലബാർ എന്ന ഒരു സംസ്ഥാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിനെ കൊണ്ടാണ് അന്ന് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ സ്ഥാപിച്ചെടുത്തതുവെങ്കിൽ പാകിസ്ഥാന് മുമ്പ് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഈറാനും ശ്രീലങ്കയുമൊക്കെ വിദേശികൾ ഭരിച്ചിരുന്ന കാലത്താണ് ഇന്ത്യയിൽ നിന്നും മുറിഞ്ഞുപോയത്. ഇനി ഭാരതം സ്വതന്ത്രമായി ഭാരതത്തിലെ ജനത അല്ലെങ്കിൽ ദേശീയ ജനത ഈ ദേശത്തെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അന്ന് കുറേ വെട്ടിമുറിച്ച് പോയെങ്കിലും ഇനി ഒരിക്കലും വെട്ടിമുറിക്കാമെന്നുള്ള ഭാഗം കോൺഗ്രസ്സുകാരുടെ ഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹമൊന്നും ഇനി നടപ്പില്ല.
വരുംകാലത്തെ വർത്തമാനകാലവും അടുത്ത ഭാവി കാലവും അത്ര ദേശാഭിമാനികൾക്ക് മാത്രമേ മുന്നോട്ടുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ ദേശീയ ജനതയ്ക്ക് മാത്രമാണ്, ദേശീയതയെ അംഗീകരിക്കുന്നവർക്ക് മാത്രമാണ്. അതിലും ഹിന്ദു ആകട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ. ഒരുപക്ഷെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരൊരുപക്ഷെ വന്ദേ മാതരത്തെ ആക്ഷേപിക്കാം. കാരണം അവരുടെ കേന്ദ്രം ചൈനയിലാണ്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം ചൈനയിലാണ്. ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കണം. ഭാരതത്തെ ജനതയെ സംബന്ധിച്ച് നമ്മുടെ മാതൃഭൂമിയാണ്, നമ്മുടെ പോറ്റമ്മയാണ്, പെറ്റമ്മയാണ്. ആ നിലയിൽ ഭാരതത്തെ സംബന്ധിച്ച്, ദേശീയ ജനതയെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വലിയ ഒരു കണ്ണാടിയാണത്. അത് ഒരിക്കലും മായാത്തതാണ്, മറയാത്തതാണ്. അതിനുവേണ്ടി എന്ത് പോരാട്ടവും നടത്താൻ ദേശീയ ജനത തയ്യാറാകും. അങ്ങനെ വെട്ടിമുറിക്കാനൊന്നും ഇനി ഒരിക്കലും ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കില്ല. ആർക്കെങ്കിലും സാധിച്ചു കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ ജനങ്ങളുടെ മുമ്പിലെ ചവറ്റുകുട്ടയിലായിരിക്കും അതിൻ്റെ സ്ഥാനം എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ നാട്ടിലെ ജനതയോട്, ദേശത്തെ സ്നേഹിക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത്. ദീർഘമായ രാഷ്ട്രീയമായ കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ടി ജി മോഹൻദാസ്, അദ്ദേഹത്തിനെ ചില തൽപര കക്ഷികൾ അവരുടെ നിർദ്ദേശത്താൽ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി. നമ്മൾ മനസ്സിലാക്കണം, ദേശീയ വീക്ഷണമുള്ള വ്യക്തികളുടെ നാവിൽ വരുന്ന ചിന്താശക്തി ഉൾക്കൊള്ളാനുള്ള ഈ വൈദേശിക ആശയം പേര് നടക്കുന്നവരുടെ മനസ്സിൽ അവർക്ക് ഇതൊക്കെ നശിപ്പിക്കുവാനുള്ള ആസൂത്രിതമായി ഇതൊക്കെ തടയിടാനുള്ള നീക്കം. അതിൻ്റെ ഭാഗമാണ് മലപ്പുറത്തെ ലോഡ് കണക്കിന് സ്ഫോടക വസ്തുക്കൾ. അതേപോലെ മറ്റ് അനവധി, രാഹുൽ ഗാന്ധി തന്നെ വിദേശത്ത് പോയി നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണം. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊന്നും ഒരു ദേശത്തെ സംബന്ധിച്ച്, ദേശീയ ജനതയെ സംബന്ധിച്ച്, ദേശീയതയെ സംബന്ധിച്ച് ഭൂഷണമായ കാര്യങ്ങളല്ല. അവരുടെ പാർട്ടിക്ക് ഇന്ത്യ പിടിക്കുവാനുള്ള സാധിക്കില്ല. കാരണം ദേശീയതയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഭരണമുണ്ടാക്കിയത്. അത് പോയി കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദേശത്തെ ഒരു ജനതയും കോൺഗ്രസ് ചവറ്റുകൊട്ടയിലായിരിക്കും. അതേപോലെ ആരാണോ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും വെട്ടിമുറിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്, അവരുടെ ചിന്താശക്തിയും അവരും തന്നെ ചവറ്റുകൊട്ടയിലായിരിക്കും. ഇത് കേരളത്തിൽ ഇങ്ങേ അറ്റത്ത് അവർക്കൊരു ആസ്ഥാനം ഉണ്ടാകണം എല്ലാ വൈദേശിക ശക്തികൾക്കും. ആ വൈദേശിക ശക്തികൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം ഈ രാജ്യത്തെ ദേശീയ ജനം നടത്തും എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതിനുവേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കും.